അങ്ങനെ ഞങ്ങൾ മക്കത്ത് നേരെ ജിദ്ദയിലെത്തി. ജിദ്ദയിൽ നമ്മളവിടെ താമസിച്ചു. അവിടുന്ന് നമ്മൾ നേരെ ഇനി മദീനത്തോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇത് കാണുന്നുണ്ടോ? അത്യാവശ്യം എന്തോരം വലിയ പെട്രോൾ പമ്പാന്ന് എനിക്ക് മനസ്സിലാവും, എന്തോരം തിരക്കുണ്ടെന്ന് മനസ്സിലാവും. പെട്രോൾ പമ്പ് ബേസ് ചെയ്തിട്ടാണ് എല്ലാ പരിപാടികളും. ജിദ്ദയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് പോകാനായിട്ട്. ഈ 400 കിലോമീറ്റർ നമുക്കിപ്പോൾ വൺ സ്ട്രെച്ച് ഓടണം. വാപ്പി ടോയ്ലറ്റൊക്കെ പോയിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി നേരെ സ്ട്രെയിറ്റ് മദീനയിലോട്ട്. ഷിജുവിനെ പോവാം. മദീനത്ത് നമ്മൾ എത്തിയത് അന്ന് ജുമ ആയിരുന്നു. ജുമ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ വാപ്പിയും ഉമ്മയൊക്കെ നേരത്തെ കൊണ്ട് അവിടെ ഇറക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്നുള്ള പ്ലാനിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് അകത്തോട്ട് കയറാൻ പറ്റിയില്ല. മദീനത്ത് നമ്മൾ പിന്നെ പുറത്താണ് ജുമയ്ക്ക് വേണ്ടി നിന്നത്. നിങ്ങൾക്ക് കാണാം അന്നത്തെ തിരക്ക് എന്തായിരുന്നെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇത്ര ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ്. നമ്മൾ കറക്റ്റ് ടൈമിനാണ് ഇവിടെ എത്തിയത്. ഞാൻ വാപ്പിയെയും ഉമ്മയെയും അകത്ത് കയറി. വണ്ടി ഒരുപാട് ദൂരെയാണ് ഇട്ടത്. അവിടെ ഞാൻ ഓടിപ്പിടിച്ച് വന്നതാണ്. ഇന്നലത്തേക്കും ഇത്രയും സമയമായി. എന്തായാലും അൽഹംദുലില്ലാ അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു. അവരകത്ത് കയറി പള്ളിക്കുള്ളിലാണ് ഇരിക്കുന്നത്. പിന്നെ കൂടെ നമ്മുടെ സഹോദര തുല്യനായ കൂട്ടുകാരനുള്ളത് കാരണം അവരവിടെയും കൊണ്ട് അകത്ത് പോയി നിസ്കാരത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നിസ്കാരം കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറാം. അങ്ങനെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു റൂം എടുക്കണം. എനിക്ക് പാപ്പാലി മൂളൊക്കെ നടന്നുകൊണ്ടിരിക്കും. എന്തോരം ജനങ്ങളാ പഠിച്ചവനെ. ഈ കുടയും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിന് മാത്രം ചൂടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് നമുക്ക് ഇനി റൗദയിലോട്ട് വാപ്പിയും ഉമ്മയും വാപ്പിയായിട്ട് പോവാണ്. വാപ്പിയും ഷിജുവായിട്ട് പോവാണ്. പെണ്ണുങ്ങൾക്ക് വേറെ സ്ഥലമാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ. അങ്ങനെ പള്ളിക്കുള്ളിൽ കൂടെ തന്നെ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകാമെന്നുള്ള രീതിയിൽ നമ്മൾ കയറി. എത്ര മനോഹരമായ പള്ളിയാണ്. ഒരു പ്രത്യേക മനസ്സുഖമാണ് ഈ പള്ളിയിലോട്ട് വന്ന് നമ്മൾ കയറുമ്പോഴത്തേക്കും. പള്ളിയുടെ നടുത്തളത്ത് തന്നെ കുറച്ച് ഓപ്പൺ ഏരിയ ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആ ഓപ്പൺ ഏരിയ കൂടെ തന്നെയാണ്. ഇത് മൊത്തം പള്ളിയാണ്. പള്ളി മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തേക്ക് നടക്കുക. നമ്മൾ ഇവിടെ പെൻഡിങ് അവിടെ പോകും. ഷിജു അങ്ങനെ നമ്മൾ മദീനത്തെ സിയാറത്തെല്ലാം കഴിഞ്ഞു. ഉമ്മയും ബാപ്പിയും സിയാറത്തും എല്ലാം കഴിഞ്ഞു. ഞങ്ങളെല്ലാം സിയാറത്തെല്ലാം കഴിഞ്ഞു. ഹറമിൽ നിന്ന് ഇറങ്ങി നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ടലിൻ്റെ താഴെകളിലെല്ലാം ഇതേപോലുള്ള ചെറിയ ചെറിയ പരിപാടികളാണ്. ഉമ്മയും മോളും കൂടെ നടക്കുകയാണോ നോക്കിയേ. ഇങ്ങനെ കണ്ണും വിളിച്ച് നിൽക്കുകയാണ്. ഇവിടെ വന്നാൽ ഷോപ്പിങ്ങിന് ഒരു പ്രത്യേക ഹരം തന്നെ.